ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസ ഫലമാണ്. 2024 സെപ്റ്റംബർ മാസത്തിൽ കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദവും അടങ്ങിയ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 16 തീയതി മുതൽ കന്നിമാസം 14 വരെയുള്ള ഒരു മാസത്തെ ഫലം. കന്നിരാശിയുടെ അധിപൻ ബുധനും രാശിയാധിപനായിരിക്കുന്ന ആ ബുധൻ ഇഷ്ടഭാവങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുക. പക്ഷബലപ്രദനായിട്ട് ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ മാസം പൂർണ്ണമായ ദൈവാധീനവും കൂടി ഈ കന്നിരാശിക്കാർക്കുള്ള ഒരു മാസമാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ാം ഇടത്ത് നിന്നുകൊണ്ട് പൂർണ്ണദൃഷ്ടി രാശിയിലേക്ക് പതിക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ടും പൊതുവെ നല്ലതാണ്. ശ്രേയസ്, യശസ്, കീർത്തി വർദ്ധിക്കുന്നതിനും പ്രവർത്തന രംഗത്ത് വിജയിക്കുന്നതിനും, പ്രവർത്തന രംഗം ഏതുമാകട്ടെ അത് വിജയിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും തൊഴിൽ കാര്യങ്ങളിലായാലും ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ വളരെ നല്ല ഒരു അനുകൂലമായ ഒരു ദൈവാധീനമുള്ള മാസം. അതുപോലെ തന്നെ പ്രധാനമാണ് സഹോദരഭാവം, ധൈര്യഭാവം, വീര്യഭാവം. ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്ന ഒരു മാസം. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരസ്ഥാനീയരെ കൊണ്ടുമൊക്കെ സഹായങ്ങൾ ലഭിക്കുകയും അതുവഴി വിദ്യാവിജയവും തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു മാസം. മറ്റൊരു പ്രധാന കാര്യം വിദ്യാഭ്യാസം. വിദ്യാഭാവമായ 5-ാം ഭാവത്തിലേക്ക്, കന്നിരാശിയുടെ 5-ാം ഭാവമായ മകരം രാശിയിലേക്ക് വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. സർവേശ്വരകാരകനാണ്, സർവസമ്പത്പ്രദാത്രിയാണ്, വിദ്യാകാരകൻ ബലവാനായിട്ട് നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ മാസം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് വിദ്യയ്ക്കായിട്ട് പോയിരിക്കുന്നവർ, അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭ്യാസ പരീക്ഷകൾ മാത്രമല്ല, മറ്റ് ജോലിക്കായിട്ട് എഴുതുന്ന ടെസ്റ്റുകൾ, പഠിച്ചെഴുതുന്ന ടെസ്റ്റുകൾക്കൊക്കെ പാസ്സാകുന്നതിനൊക്കെ ഈ സെപ്റ്റംബർ മാസം യോഗമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക. ഒരു കുറിച്ചിട്ടി അടിക്കുക, പലിശ കുറഞ്ഞ ഒരു ലോൺ ശരിയായി കിട്ടുക, സുഹൃത്തുക്കളിൽ നിന്ന് സഹോദരസ്ഥാനിയിൽ നിന്നോ ഒരു സഹായങ്ങളൊക്കെ ലഭിക്കുക, ഒരു ലോട്ടറി ഭാഗ്യവും ആകാം. കിട്ടാൻ വയ്യാഴിയൊന്നുമില്ല. ഭാഗ്യം നല്ലതുപോലെ ഉള്ള ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ദമ്പതികളായിട്ടുള്ളവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണം. അതായത് നാഗരാജാവിൻ്റെ അല്ലെങ്കിൽ രാഹു 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. മീനം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ കന്നിരാശിയുടെ ദാമ്പത്യ ഭാവമാണ് മീനം രാശി. അപ്പോൾ വളരെ സ്നേഹമായിട്ടിരിക്കുന്ന ദമ്പതികളായിട്ട് ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, മൂന്നാമതൊരു കക്ഷി ഇടയ്ക്ക് സ്വൈര്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളുടെ സമാധാനം കെടുത്തുന്നതിന് കടന്നു വരാം. സ്ത്രീ ആയാലും പുരുഷനായാലും വളരെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ പ്രണയിക്കുന്നവർക്ക് അത് മാനസിക ക്ലേശമുണ്ടാകുന്നതിനോ ദാമ്പത്യ തകർച്ചയ്ക്കും ഒക്കെ കാരണമായേക്കാം. അത് വളരെ ജാഗ്രതയോടുകൂടി പാലിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെയാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നത്. ആഡംബര കാര്യങ്ങൾക്കും അധിക പണം ചിലവഴിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കി പണത്തിന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുവാനും കടം വർദ്ധിക്കുവാനും സൂചനയുള്ള കാലമായതിനാൽ ധനം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും ധനം കൊടുത്ത് ബിസിനസ് ചെയ്യുന്നവർ, ബാങ്കിങ് മേഖലകളിലൊക്കെ അനവധിയായ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം.
വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ പൊതുവെ നല്ലതാണ്. വാഹനം വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അതായത് പ്രബലമായ രീതിയിൽ കുടുംബത്തെ സൂചിപ്പിക്കുന്ന സുഖസ്ഥാനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ചൊവ്വയുടെയൊക്കെ ബലം അവിടെ കുടുംബത്ത് ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായി വിജയങ്ങൾ വന്നിച്ച് ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. പൊസിഷനോടുകൂടിയ ഒരു ജോലി കിട്ടുന്നതിന്, ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ജോലി കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അധിക ശനിദോഷങ്ങളൊന്നും സൂചകമല്ല. ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ഒരു സർപ്പക്കാവിൽ മഞ്ഞപ്പൊടിയൊക്കെ ആണെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുക. ഐല്യ പൂജകളിൽ പങ്കെടുക്കുക. ബ്രഹ്മരക്ഷസിന് പാൽപായസം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ വിജയങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.